അങ്ങനെ നമ്മുടെ അന്നാരാജൻ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അന്നാരാജൻ പറഞ്ഞു, എന്നിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, എന്നെ എല്ലാവരും കൂടി ചേർന്ന് ചതിച്ചതാണ്, എൻ്റെ ഫോട്ടോ മനഃപൂർവ്വം എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ അന്നാരാജൻ അവിടെ വന്നിട്ട് ഒരുപാട് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന പൊങ്കാലയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ ചിത്രീകരിച്ച കുറേ ആൾക്കാർ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും നിങ്ങൾ പൊങ്കാലക്ക് വരുമ്പോൾ നിങ്ങൾ ഭക്തിയോട് കൂടിയിട്ട് ആ പരിപാടി ചെയ്യുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറക്കാരെയും വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവരെയും വരൂ ചേട്ടാ, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ഈ അരി ഇടുന്നതൊന്ന് കാണിക്കൂ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കാതിരിക്കുക. അങ്ങനെ കാണിക്കുമ്പോഴാണ് പ്രശ്നം. കാരണം എന്താ അറിയുക, അവൻ അരി ഇടുന്നതല്ല കാണിക്കുന്നത്, അവൻ വേറെ ഏതെങ്കിലും ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട്, അതാണ് കാണിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പോലും അറിയാതെ പല കാര്യങ്ങളും ഇവന്മാരിങ്ങനെ ഒപ്പിയെടുക്കുവായിരുന്നു. എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന ചാനലാണോ അവർക്ക് ഞാൻ കൊടുക്കത്തില്ല, അവരെ കയ്യിലാണ് ഇത് കിട്ടുകയും ചെയ്യുന്നത്, അവരെ കയ്യിലാണ് ഇത് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവരെ വിളിച്ച് ഞാൻ ചോദിച്ചേട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഈ പരിപാടിയൊക്കെ അറിയുന്നത്? നമ്മളൊക്കെ കൊച്ചിയിലിരുന്നാലും എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പരിപാടിയൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവരെ അറിയിക്കാൻ ആളുണ്ട്. അതായത് ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, അവിടത്തേക്കൊന്ന് വരണേ. അതുകൊണ്ടാണ് നമ്മൾ ഈ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ, ഇന്ന ചേച്ചി ദാഹിച്ചപ്പോൾ സ്വന്തം വെള്ളം കുടിക്കുന്നു എന്നിട്ടിങ്ങനെ വെള്ളം കുടിക്കുന്ന കാണിക്കുന്നത്. അപ്പോൾ അവിടെ വെള്ളം കുടിക്കുന്നതല്ല അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്പാ കാണാൻ വേണ്ടിയിട്ട് ഇന്ന നടി സിയറിൽ വന്നപ്പോഴേന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവർ സ്പാ കാണാൻ വന്നിട്ട് എന്താണ് പ്രത്യേകത? അവരെ ആ ഡ്രസ്സും അവരെ ആ ഇതും കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവന്മാർ വന്നിട്ട് കാണിക്കുന്ന പ്രകസനങ്ങൾ, ആ പ്രകസനങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത്, നമ്മുടെ ഇതുണ്ടല്ലോ പൊങ്കാല, ഈ പൊങ്കാലക്കും കൊണ്ടുവന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ സീരിയൽ താരങ്ങളുടെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ താരങ്ങളുടെയും ഒരു പ്രഹസനം തന്നെയാണ് കണ്ടത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഭക്തിയോട് കൂടിയിട്ടൊന്നുമല്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൊങ്കാലയിടണം നാളെ, എന്നാൽ പിന്നെ അങ്ങോട്ട് ടൂറ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭക്തിയോടെയാണെങ്കിൽ ഭക്തിയോടുകൂടി പൊങ്കാലയിടുന്നവരെ കാണിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകണം, അവിടെയൊന്നും പക്ഷേ ആരും കാണാനുണ്ടാവില്ല, അവിടെയൊന്നും ഒരു ക്യാമറാമാൻമാരും ഉണ്ടാവില്ല. ഇവർക്ക് എല്ലാവർക്കും വേണ്ടതെന്നാണെന്ന് അറിയാം. മറ്റേ ഇവർ പൊങ്കാലയിടുന്നത്, നമ്പ്യാർ പൊങ്കാലയിടുന്നത്, മറ്റേവർ പൊങ്കാലയിടുന്നത്, പിന്നെ നമ്മുടെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പൊങ്കാലിയുടെ തന്നെ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പൊങ്കാലയിടുന്ന നമ്മൾ ചിപ്പി പൊങ്കാലയിടുന്നത്, ഇതൊക്കെയാണ് ഇവർക്ക് കാണേണ്ടത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളൊന്നും ഇവർക്ക് ഒപ്പിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും ഈ തീർത്ഥാടനത്തിനൊക്കെ വരുമ്പോൾ നിങ്ങൾ എല്ലാ സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറേൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വകാര്യമായിട്ട് വരുമ്പോൾ നിങ്ങളെന്താ വേണ്ടതെന്നറിയാം. എൻ്റെ പൊന്നനിയന്മാരെ, നിങ്ങൾ വന്നിട്ട് എന്നെ എങ്ങനെ കുറവാക്കല്ലേ, എങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുക്കല്ലേ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. എന്തിനിതൊരു പ്രകസനമാക്കുന്ന ഇതിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതുപോലെ എന്തൊക്കെയോ കാണിച്ചിട്ട് കുറേ ആൾക്കാരെ കൊണ്ട് പറയിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കുറേ ആൾക്കാർ വന്ന് ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുക, അതാണ് ഏറ്റവും വലിയൊരു വൃത്തികെട്ട പരിപാടി. എന്താ പറയുക, ഇങ്ങനെയുള്ള ഫോട്ടോ ഇടും, ആ ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ ആൾക്കാർ വന്ന് കമൻ്റ് ഇടും. ഈ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാം ഞരമ്പന്മാരാണ്. അപ്പോൾ അവരൊക്കെ കമൻ്റ് ഇട്ടിട്ട് പോകുമ്പോൾ ഇത് വായിക്കുമ്പോൾ അവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഈ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തക്കും തള്ളക്കും മാത്രമാണ് വിളിക്കുക. അതെന്ന് പറഞ്ഞാൽ ഓൻ്റെ ജന്മസിദ്ധാണ്. എന്നാലും ചില ആൾക്കാർ ഇങ്ങനെയുള്ള ഇത് കണ്ടിട്ട് വിളിക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്, തന്തക്കും തള്ളക്കും തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്ന സഹോദരിമാർ, നിങ്ങൾ പൊങ്കാലക്ക് വന്നോ അല്ലെങ്കിൽ എന്നാൽ പൊങ്കാല ഇടുന്നതിനോ ഇതൊന്നും ഒരാൾക്കും പ്രശ്നമല്ല. ക്യാമറക്കാരെയും കൂട്ടിയിട്ട് വരുമ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമാകുന്നത്. അപ്പോൾ ലിച്ചി ഏതായാലും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ലിച്ചി മാപ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിച്ചി അവരെ ഓടിക്കാതുകൊണ്ട്, കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എടുക്കാൻ പാടില്ല. ഇപ്പം ഞാൻ പോയിട്ട് ഒരു സ്ത്രീയുടെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ മര്യാദയ്ക്കല്ല ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാം, കൃത്യമായിട്ട് അവരോട് പറയാടോ, നിങ്ങൾ എടുക്കുന്നത് ശരിയല്ല, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ എടുക്കാൻ പാടില്ല. കണ്ട് സോനാ നായർ ഏതൊരു കല്യാണത്തിന് വന്നതാണ്, ആ കല്യാണത്തിന് വന്നിട്ട് സോനാ നായർ ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ എടുക്കുക അവർ കൂടെ ഫോട്ടോ എടുക്കുന്നത് ഇതൊന്നും എടുത്തിട്ടില്ല. ആ പഹയൻ എടുത്തത് എന്താണെന്നറിയാം, കാറ് കയറുന്ന രംഗം, ആ കാറ് കയറുന്ന രംഗം എടുത്തിരിക്കുന്നത്. സോനാ നായരൻ അതിനെതിരെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ആ കാറ് കയറുന്ന രംഗം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ആലോചിച്ച് നോക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒന്നുകിൽ അകറ്റി നിർത്തുക. പക്ഷേ ഇവരൊക്കെ നിങ്ങളുടെ കൂട്ടുകാരാണ്, നമുക്കറിയാം. ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. നിങ്ങളുടെ ഉദ്ഘാടനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ചില പരിപാടികളും പ്രോഗ്രാമുകളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുണ്ടാകും. ഒരു 1, 2, 3 ചാനലുകളുണ്ട് ഇതിന് മാത്രമായിട്ടാണ്. അതാണ് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതിന് മലയാളത്തിലൊരു വേർഡ്സ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഏതായാലും അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ചാനൽ കുയിലും മറ്റേ ഇതൊന്നുമല്ല, കുയിലും കുരുവികളും മാത്രമല്ല. ഇപ്പോൾ കുറേ ബേറി ഇറങ്ങിയിട്ടുണ്ട്, കുയിലിൻ്റെയും കുരുവിൻ്റെയും ഒക്കെ എന്ന് പറഞ്ഞാൽ വല്യമ്മേൻ്റെ മക്കളെ പോലെ കുറേ എണ്ണം ബേറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പിന്നെ പൊങ്കാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരികയും
അതിലുള്ള ചില കാര്യങ്ങൾ ഒപ്പിയെടുക്കുകയും അങ്ങനെ അത് എന്താ പറയേണ്ടത് ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് ഈ ഒരു പൊങ്കാല മുതൽ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു സീരിയൽ താരം റെനീഷ വന്ന് പൊങ്കാലയിട്ടതിന് ഒരുപാട് പേര് പൊങ്കാലയിട്ടിട്ടുണ്ട്. അതെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില ആൾക്കാർ അങ്ങനെയാണ്. ചില മതത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഒരുപാട് പേര് അവരെ ചേർത്ത് നിർത്തും. ഇവിടെ നിന്ന് ഇപ്പോഴും മുസ്ലിം മതത്തിലേക്ക് പോയി കഴിഞ്ഞാലും അതുപോലെ ചേർത്ത് നിർത്തും. അത് അത്രയേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ഇപ്പം റെനീഷ വന്നതിനെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ നോമ്പ് കാലത്ത് നീ എന്തിനാ വന്നത്? എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഹസനവും കൂടി അവിടെ വന്ന് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു റെനീഷയ്ക്ക്. എന്തൊക്കെ ആയി കഴിഞ്ഞാലും ശരി, ഇതൊരു പ്രഹസനമായിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനീഷ വന്ന ഭയങ്കര സംഭവമായി പോയി അല്ലെങ്കിൽ ഭയങ്കര ഇതാണ് എന്നൊന്നും ഞാൻ പറയില്ല. അതൊരു പ്രഹസനം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും റെനീഷയ്ക്ക് വേണമെങ്കിൽ പൊങ്കാലിയിടാം, ആരും അറിയാതെയും പൊങ്കാലിയിടാം. പക്ഷേ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇനി മൈലേജ് കിട്ടത്തുള്ളൂ എന്നും അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ പൊങ്കാലിയിട്ടത്. അപ്പോൾ ഇതുപോലെ സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും മാത്രമാണ് ഇങ്ങനെയുള്ള പൊങ്കാലകൾക്ക് പങ്കെടുക്കുന്നത്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക്, അതായത് എന്തിനു വേണ്ടിയാണ് പൊങ്കാലയിടുന്നത്, നിങ്ങളുടെ എന്ത് കാര്യമാണ് സാധിച്ചത്, ഇത്രയും വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്താണ് ദേവിയോട് പറഞ്ഞത്, ഇതൊക്കെ കേൾക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കുറേ സീരിയൽ താരങ്ങൾ അവരുടെ പളവള ഡ്രസ്സുകളും ഇട്ട് 5000-ൻ്റെയും 10,000-ൻ്റെയും ഡ്രസ്സുകൾ ഇട്ട് വന്ന് അവരൊക്കെ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ കാണാനല്ല മലയാളികൾക്ക് ഇഷ്ടം. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ പ്രിയപ്പെട്ട എൻ്റെ ചാനൽ മുതലാളിമാരെ. നിങ്ങൾ ഒപ്പിയെടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ അത് ഒപ്പിയെടുക്കണം. അവരിത് എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവർ കളർഫുള്ളാണ്, അവരതിനു വേണ്ടിയിട്ട് വരുന്നതാണ്. പക്ഷേ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പൊങ്കാലൊക്കെ വരുമ്പോൾ ഉടുക്കാനുള്ളതൊക്കെ കൊളാബ് എന്ന് പറയുന്ന രീതിയിൽ കിട്ടും. ഇതൊന്നുമില്ലാത്ത ആ പാവങ്ങളെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോട്ടോ എടുക്കണം. അതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി വിളിച്ചു പറയുന്നു കേട്ടോ, മക്കളെ ഞാനിവിടെ ഉണ്ടാ, ഞാൻ കുറേ നേരമായി ഇവിടെ ഉണ്ട്, എന്നെ ഒരു ക്യാമറ കണ്ണുപോലും കാണുന്നില്ല, ഒരു ചേച്ചി വിളിച്ചു പറയുന്നത്. എന്നിട്ട് പോലും ഒരാൾ പോലും പോയിട്ട് അവരുടെ ഒരു ഫോട്ടോ എടുക്കാനോ എന്താ ചേച്ചി എന്താ പ്രശ്നം എന്ന് ചോദിക്കാനോ ഒരാൾ പോലുമില്ല. എല്ലാവർക്കും വേണ്ടത് നടിമാറ മാത്രം മതി, സോഷ്യൽ മീഡിയ താരങ്ങളെ മാത്രം മതി, വേറെ ഒരാളെയും വേണ്ട എന്നുള്ള ഒരിതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യമെങ്കിലും ഈ ഒരു പ്രഹസനം, ഈ ഒരു കോമാളിത്തരം നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് നിർത്തണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിലും കൂടുതൽ വലിയ സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതായത് എവിടെയും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും രോക്ഷമുണ്ട്. പക്ഷെ ആരും മിണ്ടാതിരിക്കുന്നതാണ്. ആർക്കും അങ്ങ് തുറന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഒരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തുറന്നങ്ങനെ പറയാൻ കഴിയുക? അതിൻ്റെ ഇടയ്ക്ക് ഡാൻസും പാട്ടും വേറെ, അയ്യോ അതെല്ലാം കാണുമ്പോഴില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യുക അവിടെ വന്നിട്ട്. എന്തൊരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ. പൊങ്കാലിയിട്ട് ആ ഒരു ദൈവീ ചൈതന്യത്തോടു കൂടി പോകേണ്ടതിന് പകരം അവിടെ കിടന്ന് ഡാൻസ് ചെയ്യുക, അതൊക്കെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ പ്രതികരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ബഹുമാനപ്പെട്ട സിനിമാ സീരിയൽ താരങ്ങളെ, നിങ്ങൾ അടുത്ത പ്രാവശ്യമെങ്കിലും പൊങ്കാലയിടുമ്പോൾ വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് അത് നിങ്ങളുടെ ഒരു സ്വകാര്യത മാത്രമായിരിക്കണം. അല്ലാതെ അതിൻ്റെ അകത്ത് കടന്നു കയറിയിട്ട് നിങ്ങൾ തിരിയുന്നതും മറയുന്നതും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിയിടുന്നതും ഇതൊന്നും അല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടേ അങ്ങ് പോയിക്കോട്ടായിരുന്നു. നന്ദി, നമസ്കാരം.